നമസ്കാരം, എൻ്റെ പേര് മേബിൾ. ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. FMCG ഓഹരികളിൽ കനത്ത ഇടിവ്. ഇന്ന് FMCG ഓഹരികൾ കനത്ത വിൽപ്പന സമ്മർദ്ദം നേരിട്ടു. നിഫ്റ്റി FMCG സൂചികയിൽ ഉൾപ്പെട്ട റാഡിക്കോ, കെയ്ത്താൻ ഒഴികെയുള്ള എല്ലാ ഓഹരികളും ഇന്ന് നഷ്ടം രേഖപ്പെടുത്തി. പ്രമുഖ FMCG കമ്പനിയായ ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്ട്സ് മൂന്നാം ത്രൈമാസത്തിൽ വിൽപ്പന കുറഞ്ഞതായി സൂചന നൽകിയാണ് വിവിധ FMCG ഓഹരികളെ കനത്ത വിൽപ്പന സമ്മർദ്ദത്തിലേക്ക് നയിച്ചത്. ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്ട്സ് വ്യാപാരത്തിനിടെ 11% വരെ ഇടിഞ്ഞു. നിഫ്റ്റി FMCG സൂചിക ഇന്ന് 2% നഷ്ടമാണ് നേരിട്ടത്. ഏറ്റവും വലിയ FMCG കമ്പനിയായ ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ ഓഹരി വിലയിൽ വ്യാപാരത്തിനിടെ 4% ഇടിവുണ്ടായി. കഴിഞ്ഞ 6 ആഴ്ചക്കിടെ ഈ ഓഹരിയിൽ ഉണ്ടാകുന്ന ഏറ്റവും ശക്തമായ ഇടിവാണിത്. മാരിക്കോ, ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ്, കോൾഗേറ്റ്, പാൽമോലീവ്, ഡാബർ എന്നീ ഓഹരികൾ 3% മുതൽ 4% വരെ ഇടിഞ്ഞു. ഒക്ടോബർ-ഡിസംബർ ത്രൈമാസം അവസാനിക്കുന്നതിന് മുൻപ് ഈ ത്രൈമാസത്തിലെ ബിസിനസ്സിലെ ദുർബലമായ പ്രവണതകളെക്കുറിച്ച് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് വിവരങ്ങൾ പുറത്തുവിട്ടത് അപ്രതീക്ഷിതമായാണ്. ഏതാനും മാസങ്ങളായി ഡിമാൻഡ് കുറഞ്ഞു വരികയാണെന്നാണ് കമ്പനി വെളിപ്പെടുത്തി. ഡിമാൻഡ് കുറയുന്നത് പല FMCG കമ്പനികളുടെയും രണ്ടാം ത്രൈമാസ പ്രവർത്തന ഫലത്തിൽ പ്രതിഫലിച്ചിരുന്നു. മൂന്നാം ത്രൈമാസത്തിലും ഈ പ്രവണത തുടരുകയാണെന്ന സൂചന ഈ മേഖലയിലെ ഓഹരികളെ കൂട്ടമായ വിൽപ്പന സമ്മർദ്ദത്തിലേക്ക് നയിച്ചു. നിഫ്റ്റി 24,200 മുകളിൽ. തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും ഓഹരി വിപണി നഷ്ടം രേഖപ്പെടുത്തി. നിഫ്റ്റി 24,650 പോയിന്റിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. സെൻസെക്സ് 200 പോയിന്റ് ഇടിഞ്ഞ് 81,508-ലും നിഫ്റ്റി 58 പോയിന്റ് നഷ്ടത്തോടെ 24,619-ലും വ്യാപാരം അവസാനിപ്പിച്ചു. 2,222 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 1,692 ഓഹരികളുടെ വില ഇടിഞ്ഞു. 151 ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല. വിപ്രോ, L&T, SBI ലൈഫ്, ടാറ്റ സ്റ്റീൽ, BPCL എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ. ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ടാറ്റ മോട്ടോഴ്സ്, നെസ്ലെ ഇന്ത്യ, ഏഷ്യൻ പെയിന്റ്സ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. FMCG, മീഡിയ, മെറ്റൽ, ഫാർമ സൂചികകൾ 0.5% മുതൽ 2% വരെ ഇടിഞ്ഞു. BSE മിഡ് ക്യാപ് സൂചിക 0.32%, സ്മോൾ ക്യാപ് സൂചിക 0.46% നേട്ടത്തോടെ ക്ലോസ് ചെയ്തു.